ആ മത്സ്യത്തൊഴിലാളികൾ എങ്ങനെ ജീവിക്കുന്നു എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? തിരിച്ചു വരുമെന്ന് ഉറപ്പില്ലാതെ ജോലിക്ക് പോകുന്ന ഒരേ ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ മത്സ്യത്തൊഴിലാളിയാണ്. ഈ കപ്പൽ മറിഞ്ഞതിനെ തുടർന്ന് അനുഭവിക്കുന്ന ദുരന്തത്തെക്കുറിച്ചിട്ടൊരു ആ കണ്ടെയ്നറുകൾ നമ്മുടെ തീരപ്രദേശത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അതിഗുരുതരമായിട്ടുള്ള, എന്നിട്ട് ഇവിടുത്തെ ഈ ഉത്തരവാദിത്തമില്ലാത്ത ഗവൺമെൻറ് ആകപ്പാടെ ചെയ്തിരിക്കുന്ന എന്താണ്? 78,000 മത്സ്യത്തൊഴിലാളികൾക്ക് അവർ ദുരിതം അനുഭവിക്കുമ്പോൾ അവർക്ക് 1000 രൂപയുടെ പിച്ച കാശാണ് ഈ ഗവൺമെൻറ് കൊടുക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ വോട്ട് മത്സ്യത്തൊഴിലാളികളുടെ കയ്യിൽ നിന്ന് മേടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഷിപ്പിംഗ് കമ്പനിയുടെയും അദാനിയുടെയും ഒക്കെ കാല് തിരുമുകയാണ് ഈ സർക്കാർ ചെയ്യുന്നത്. ഈ സർക്കാർ മത്സ്യത്തൊഴിലാളികളോട് കാണിക്കുന്നത് ഏറ്റവും ക്രൂരവും നീചവും നിഷ്ഠൂരവുമായിട്ടുള്ള, അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് ഏതാണ്ടൊരു 6-7,000 കോടി രൂപയുടെ സമുദ്രോൽപ്പന്നങ്ങളാണ് ഓരോ വർഷവും കയറ്റുമതി ചെയ്യപ്പെടുന്നത്. കപ്പൽ മറിഞ്ഞ് ഒരുപാട് ദുരന്തങ്ങൾ ഇപ്പം വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പം ലാസ്റ്റ് കപ്പൽ കത്തുകയാണ് ചെയ്തത് കടപ്പുറത്ത്, കൊച്ചി കടപ്പുറത്ത്. അതുകൂടെ അതിന് മുമ്പ് ഇവിടെ കപ്പൽ മറിഞ്ഞ കണ്ടെയ്നർ പല തീരത്ത് കൊല്ലം തിരുവനന്തപുരം സ്ഥലത്ത് അടിഞ്ഞ് അതിൻ്റെ അകത്ത് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് എന്ന് പറഞ്ഞ് ഒരുപാട് വിഷയങ്ങളുണ്ടായി. ഇതിൻ്റെ ഇടയിൽ പെട്ടുപോകുന്ന സാധാരണപ്പെട്ട ഡെയിലി വേജസ് ജീവിക്കുന്ന ഈ മത്സ്യത്തൊഴിലാളികളാണ്. അവരുടെ അവസ്ഥ വളരെ വളരെ കഷ്ടമാണ്. പക്ഷെ സർക്കാർ ഇതിനെതിരെ ഇവർക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നത് കാണുന്നില്ല. സർക്കാർ മാത്രമല്ല, ഈ പോർട്ട് സംവിധാനങ്ങൾ, ഇവരാരും ഒന്നും ചെയ്യുന്നില്ല. അതായത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് മത്സ്യത്തൊഴിലാളി മേഖല എന്ന് പറയുന്നത്. ഈ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർ നമുക്ക് വേണ്ടി അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി മത്സ്യത്തൊഴിലാളികൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നമ്മളെല്ലാ ദിവസവും മത്സ്യം മേടിച്ച് കഴിക്കും. നമ്മൾ മത്സ്യം മീൻ പൊരിച്ച് കഴിക്കും, കറിയൊക്കെ ഉണ്ടാക്കി കഴിക്കും, അതിൻ്റെ രുചിയൊക്കെ അനുഭവിക്കും എന്നുള്ളതല്ലാതെ ഈ മത്സ്യം എവിടെ നിന്നാണ് കിട്ടുന്നത്, ഇതാരാണ് ഉണ്ടാക്കിക്കൊണ്ട് തരുന്നത്, അത് ഉണ്ടാക്കിക്കൊണ്ട് തരുന്നവരുടെ ബുദ്ധിമുട്ട് എന്താണ്, അവരേത് സാഹചര്യത്തിൽ ജീവിക്കുന്നു, അവരുടെ അവസ്ഥ എന്താണ്, അതിനെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ല. മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് അവർ നമുക്ക് ചെയ്ത സഹായത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ഈ പ്രതിശീർഷ മത്സ്യ ഉപഭോഗം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതിന് ഇംഗ്ലീഷിൽ പെർ ക്യാപിറ്റ ഫിഷ് കൺസംഷൻ എന്നാണ് പറയുന്നത്. അതായത് ശരാശരി ഒരു മലയാളി ഒരു വർഷം എത്ര കിലോ മത്സ്യം കഴിക്കും, അതാണ് പ്രതിശീർഷം മത്സ്യ ഉപഭോഗം എന്ന് പറയുന്നത്. അതെനിക്ക് ഒന്ന് 2-3 വർഷം മുമ്പ് ഞാൻ പരിശോധിച്ചപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ശരാശരി ഒരു വർഷം ഒരു മലയാളി ഏതാണ്ട് ഒരു 12-13 കിലോ മത്സ്യം കഴിക്കും എന്നാണ് കണക്കാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ അഖിലേന്ത്യാ തലത്തിൽ ശരാശരി ഒരു ഇന്ത്യക്കാരൻ ഒരു വർഷം കഴിക്കുന്ന 5-6 കിലോ മത്സ്യമാണ്. അപ്പം അഖിലേന്ത്യാ തലത്തിൽ ശരാശരി ഒരു മനുഷ്യൻ കഴിക്കുന്ന മത്സ്യത്തിൻ്റെ ഇരട്ടി മത്സ്യമാണ് നമുക്ക് കേരളത്തിൽ കഴിക്കാൻ കഴിയുന്നത്. അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മലയാളി കഴിക്കുന്ന ഏറ്റവും ചീപ്പായിട്ടുള്ള വില കുറഞ്ഞ മാംസ്യാഹാരം എന്ന് പറയുന്നത് മത്സ്യമാണ്. ഏറ്റവും ചീപ്പായിട്ടുള്ള പ്രോട്ടീൻ സോഴ്സ് അത് മത്സ്യമാണ്. അപ്പോൾ അത് കൊണ്ടുതരുന്നത് മത്സ്യത്തൊഴിലാളിയാണ്. അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് ഏതാണ്ടൊരു 6-7,000 കോടി രൂപയുടെ സമുദ്രോൽപ്പന്നങ്ങളാണ് ഓരോ വർഷവും കയറ്റുമതി ചെയ്യപ്പെടുന്നത്. ചെമ്മീനും കൂന്തലും ഇത് ഉൾപ്പെടെയുള്ള സമുദ്രോൽപ്പന്നങ്ങൾ, ഇംഗ്ലീഷിൽ മറൈൻ പ്രൊഡക്ട്സ് എന്ന് പറയും. അത് കയറ്റുമതി ചെയ്യുന്നതിലൂടെ ഏതാണ്ട് ഒരു 6-7,000 കോടി രൂപയുടെ വിദേശ നാണ്യമാണ് നമ്മുടെ രാജ്യത്തിന് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും വില കുറഞ്ഞ മാംസ്യാഹാരം കൊണ്ടുതരുന്ന മത്സ്യത്തൊഴിലാളി, നമുക്ക് 6-7,000 കോടി രൂപയുടെ വിദേശ നാണ്യം നേടിത്തരുന്ന മത്സ്യത്തൊഴിലാളി, ആ മത്സ്യത്തൊഴിലാളികൾ എങ്ങനെ ജീവിക്കുന്നു എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ മത്സ്യം കഴിക്കുന്നു, നല്ല സ്വാദിഷ്ടമായിട്ട് നമ്മൾ കഴിക്കുന്നു, നമ്മൾ കിടന്നുറങ്ങുന്നു. നമ്മുടെ രാജ്യത്തിന് ആയിരക്കണക്കിന് കോടി രൂപയുടെ വിദേശ നാണ്യവും കിട്ടുന്നു. ഇതെങ്ങനെ ഉണ്ടാക്കുന്നു, ഇതാരുണ്ടാക്കുന്നു, അവരെങ്ങനെ ജീവിക്കുന്നു, അവരുടെ ജീവിത നിലവാരമെന്ത്, അവരുടെ സാമൂഹിക സാമ്പത്തിക നിലവാരമെന്ത് എന്ന് നമ്മൾ പരിശോധിച്ചിട്ടുണ്ടോ? നമ്മൾ പരിശോധിച്ചിട്ടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നറിയോ സുഹൃത്തുക്കളെ, ഒരുപാട് തരത്തിലുള്ള തൊഴിലാളികളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അതിൽ ഓരോ ദിവസം ജോലിക്ക് പോയി കഴിയുമ്പോഴത്തേക്കും തിരിച്ചു വരുമെന്ന് ഉറപ്പില്ലാതെ ജോലിക്ക് പോകുന്ന ഒരേ ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ മത്സ്യത്തൊഴിലാളിയാണ്. കടലിൽ പോയി മത്സ്യം പിടിക്കാൻ പോകുന്ന മത്സ്യത്തൊഴിലാളി ഏത് ദിവസം വേണമെങ്കിലും ചത്ത് വേണമെങ്കിൽ തിരിച്ചു വരാം. തിരമാലകളോടും മല്ലിടുന്നവനാണ് മത്സ്യത്തൊഴിലാളി. കേരളത്തിൽ ഏതാണ്ട് 2-2.5 ലക്ഷത്തോളം പ്രത്യക്ഷ മത്സ്യത്തൊഴിലാളികളുണ്ട്. അവരാണ് എല്ലാ ദിവസവും കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളി. ആ മത്സ്യത്തൊഴിലാളിയാണ് ഏതാണ്ടൊരു 5-6-7 ലക്ഷം ടൺ മത്സ്യം എല്ലാ വർഷവും ഉൽപ്പാദിച്ചുകൊണ്ടിരിക്കുക. അവൻ ഇന്ന് പോയാൽ ഇന്ന് ചിലപ്പം അവന് ഒരു മൃതദേഹമായിട്ടായിരിക്കും തിരിച്ചു വരിക, മരിച്ചായിരിക്കും തിരിച്ചു വരിക. അത്രയ്ക്ക് ഈ പറഞ്ഞതുപോലെ അപകടകരമായ സാഹചര്യത്തിൽ പോയി ജീവിക്കുന്ന ഒരു വിഭാഗമാണ് മത്സ്യത്തൊഴിലാളി. അവരുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചിട്ട് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? കേരളത്തിലൊരു മലയാളി ശരാശരി 70-72 വർഷം ജീവിക്കുമെങ്കിൽ ഒരു മത്സ്യത്തൊഴിലാളി ശരാശരി ജീവിക്കുന്നത് വെറും 55 വർഷമാണ്. അവന് ജീവിക്കാൻ വീടുണ്ടോ ആവശ്യത്തിന്? അവൻ്റെ ജീവിത സാഹചര്യങ്ങൾ എന്താണ്? അവരുടെ വിദ്യാഭ്യാസ നിലവാരം എന്താണ്?
അവരുടെ വീട്ടിൽ പിന്നെ വൈദ്യുതി ഉണ്ടോ? അവർ രോഗാതുരരായിട്ടല്ലേ ജീവിക്കുന്നത്? അപ്പം ഇത്രയേറെ പ്രാധാന്യത്തോടു കൂടി നമ്മളുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്ന മത്സ്യത്തൊഴിലാളികൾ വളരെ ദയനീയമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലാണ് അവർ ജീവിച്ചു പോകുന്നത്. ആ ദയനീയമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന, നമുക്ക് വില കുറഞ്ഞ മാംസാഹാരവും നമുക്ക് ആയിരക്കണക്കിന് കോടി രൂപയുടെ വിദേശ നാണ്യം നേടിത്തരുന്ന മത്സ്യത്തൊഴിലാളികൾ ഈ കപ്പൽ മറിഞ്ഞതിനെ തുടർന്ന് അനുഭവിക്കുന്ന ദുരന്തത്തെക്കുറിച്ചിട്ട് ഒരു വേള നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ സുഹൃത്തുക്കളെ? ആലോചിച്ച് നോക്കിയേ, ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഈ 2 കപ്പലുകൾ മറിഞ്ഞു, മുങ്ങി. അതിൽ ഒരു രണ്ടാമത്തെ കപ്പൽ മുങ്ങിയില്ല, പക്ഷേ പൊട്ടിത്തെറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. കഴിഞ്ഞ മെയ് 24 MSC എൽസാത്രി എന്ന് പറഞ്ഞ കപ്പൽ മുങ്ങി. 1,600 കണ്ടെയ്നർ ഉണ്ടായിരുന്നു ആ കപ്പലിൽ. ആ കണ്ടെയ്നറിൽ എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് വല്ല വിവരമുണ്ടോ? ആ കണ്ടെയ്നറിൽ എത്ര അപകടകരമായിട്ടുള്ള സാധനങ്ങളാണുള്ളതെന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് വല്ല വിവരങ്ങളുണ്ടോ? ആ കണ്ടെയ്നറുകൾ നമ്മുടെ തീരപ്രദേശത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അതിഗുരുതരമായിട്ടുള്ള മലിനീകരണത്തെക്കുറിച്ചിട്ട് നമുക്ക് വല്ല അറിയോ? നർഡിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വസ്തു, പഞ്ഞി, തടി, എന്തൊക്കെയാണ് നമ്മുടെ തീരപ്രദേശങ്ങളിൽ വന്ന് അടിഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതിൻ്റെ എല്ലാം ദുരിതം മത്സ്യത്തൊഴിലാളികളല്ലേ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തൊക്കെയാണ് ആ കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് പോലും, അതിൻ്റെ വിവരം പോലും ഇതുവരെ ഗവൺമെൻറ്റോ അദാനി പോർട്ടോ പുറത്തു വിട്ടിട്ടില്ല. ആ കണ്ടെയ്നറുകളിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്കറിയത്തില്ല. എത്ര അപകടകരമായിട്ടുള്ള സാധനങ്ങളാണ് ആ കണ്ടെയ്നറുള്ളത് എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് യാതൊരു വിധത്തിലുള്ള പിടിയുമില്ല. എന്ന് മാത്രമല്ല, മൺസൂൺ കാലത്താണ് തീരക്കടലിൽ ഏറ്റവും കൂടുതൽ മത്സ്യം ഉണ്ടാകുന്നത്. മലബാർ അപ്വെല്ലിംഗ് സോൺ എന്ന് പറഞ്ഞൊരു സോണാണ് ഈ തെക്ക് പടിഞ്ഞാറൻ സൗത്ത് വെസ്റ്റ് തീരം. ആ മലബാർ അപ്വെല്ലിംഗ് ഉണ്ടാകുന്ന അവിടെ വലിയ തോതിൽ ചാള, അയില പോലുള്ള മത്സ്യങ്ങൾ ലക്ഷക്കണക്കിന് ടൺ ഓരോ വർഷവും പിടിച്ചെടുക്കാൻ കഴിയുന്ന രീതിയിലാണ് മൺസൂൺ കാലത്ത് ഈ കടലിന് മുകൾ ഭാഗത്ത് ഇന്ന് വ്യാപകമായി ചാള, അയില പോലുള്ള മത്സ്യങ്ങൾ നമുക്ക് കിട്ടുക. ആ സമയത്താണ് ഈ കപ്പൽ അവിടെ മുങ്ങുകയും കടലിൽ മലിനീകരണം വ്യാപകമാകുകയും ചെയ്തിരിക്കുന്നത്. ഇത് മത്സ്യത്തൊഴിലാളികളെ എത്ര ഗുരുതരമായിട്ടാണ് ബാധിക്കുക എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒന്ന് മലിനീകരണത്തിൻ്റെ പ്രശ്നം, 2 മത്സ്യത്തൊഴിലാളികളുടെ വരുമാന നഷ്ടം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്നിട്ട് ഇവിടുത്തെ ഈ ഉത്തരവാദിത്തമില്ലാത്ത ഗവൺമെൻറ് ആകപ്പാടെ ചെയ്തിരിക്കുന്ന എന്താണ്? 78,000 മത്സ്യത്തൊഴിലാളികൾക്ക്, ഈ കപ്പൽ മുങ്ങിയ പ്രദേശത്ത് 10,75,000 മത്സ്യത്തൊഴിലാളികളാണ് തീരപ്രദേശത്ത് ജീവിക്കുന്നത്. അവർക്ക് 1000 രൂപ വെച്ചിട്ടാണ് സുഹൃത്തുക്കളെ ഈ ഗവൺമെൻറ് കൊടുക്കുന്നത്. നമുക്ക് ഏറ്റവും ചുരുങ്ങിയ വില കുറഞ്ഞ മാംസ്യാഹാരവും നമുക്ക് ഓരോ വർഷവും 5,000-6,000 കോടി രൂപ വീതം വിദേശ നാണ്യം നേടിത്തരുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് അവർ കാരണമല്ലാതെ ഉണ്ടായ ഒരു ദുരന്തത്തിൻ്റെ ഭാഗമായി അവർ ദുരിതം അനുഭവിക്കുമ്പോൾ അവർക്ക് 1000 രൂപയുടെ പിച്ച കാശാണ് ഈ ഗവൺമെൻറ് കൊടുക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ പറയുന്നത് ഏതാണ്ട് ഒരു 2,000 കോടി രൂപയുടെയെങ്കിലും നഷ്ടപരിഹാരം മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ ഈ ഏകാധിപത്യ ഭരണകൂടം, ഈ കോടീശ്വരന്മാർക്കൊപ്പം നിൽക്കുന്ന ഈ ഭരണകൂടം അദാനിയുടെയൊക്കെ കൂടെ അവർക്ക് വേണ്ടി കാല് തിരുമ്മിക്കൊണ്ട് അവർ മത്സ്യത്തൊഴിലാളികളോട് എത്ര നിരുത്തരവാദപരമായിട്ടാണ് പെരുമാറുന്നത് നമ്മൾ നോക്കൂ. തെരഞ്ഞെടുപ്പിൽ വോട്ട് മത്സ്യത്തൊഴിലാളികളുടെ കയ്യിൽ നിന്ന് മേടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഏതാണ്ട് 41 മുതൽ 45 വരെ MLA-മാരുണ്ട് തീരപ്രദേശത്ത് നിന്ന്. അതിൽ ബഹുഭൂരിപക്ഷവും LDFൻ്റെ MLA-മാരാണ്. അപ്പോൾ അവരിൽ നിന്ന് മത്സ്യത്തൊഴിലാളികളുടെ വോട്ടും മേടിച്ച് ജയിച്ചു പോയിട്ട് മത്സ്യത്തൊഴിലാളികളുടെ ഉത്തരവാദിത്തത്തിൽ അല്ലാതെ ഉണ്ടായിട്ടുള്ള ഈ ദുരന്തം കൊണ്ട് മത്സ്യത്തൊഴിലാളികൾ നട്ടം തിരിയുമ്പോൾ, അവരുടെ മത്സ്യസമ്പത്ത് അവർക്ക് നഷ്ടപ്പെടുമ്പോൾ, അവരുടെ വരുമാനം അവർക്ക് നഷ്ടപ്പെടുമ്പോൾ, അവരുടെ തീരപ്രദേശങ്ങൾ മലിനീകരിക്കപ്പെടുമ്പോൾ ഈ ഗവൺമെൻറ് അവരോട് കാണിക്കുന്നത് കാടത്തമാണ്, കാട്ടാളത്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മത്സ്യത്തൊഴിലാളികളുടെ വോട്ടും മേടിച്ച് MLA-മാരെ ഉണ്ടാക്കി പോയതിന് ശേഷം ഈ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എന്ന് പറഞ്ഞ ഷിപ്പിംഗ് കമ്പനിയുടെയും അദാനിയുടെയും ഒക്കെ കാല് തിരുമുകയാണ് ഈ സർക്കാർ ചെയ്യുന്നത്. ഈ സർക്കാർ മത്സ്യത്തൊഴിലാളികളോട് കാണിക്കുന്നത് ഏറ്റവും ക്രൂരവും നീചവും നിഷ്ഠൂരവുമായിട്ടുള്ള കാട്ടാളത്തമാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഇനിയെങ്കിലും കഴിയണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. ലാസ്റ്റ് കപ്പല് കൊച്ചിയിൽ തീപിടുത്തമുണ്ടായി. അതിന്റെ പൊതു ഖജനാവിൽ നിന്നും പണമെടുത്ത് കൊടുക്കണം എന്ന് പറഞ്ഞൊരു ആരോപണം കേൾക്കുന്നുണ്ട്. അത് എത്രത്തോളം സത്യാവസ്ഥ ഉണ്ട് അതിൽ? അല്ല, പൊതു ഖജനാവിൽ നിന്ന് പണമെടുത്ത് കൊടുക്കുന്ന ഇതിന് നഷ്ടപരിഹാരം വലിയ തോതിൽ കിട്ടേണ്ടതാണ്. ആ നഷ്ടപരിഹാരം കിട്ടാൻ ശ്രമിക്കുന്നതിന് പകരം അവർക്കെതിരെ കേസെടുക്കാൻ പോലും തയ്യാറാവുന്നില്ല. ഇപ്പോൾ കേസെടുത്തു എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു നാടകം കളിക്കുന്നുണ്ട്. അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. സർക്കാർ ശക്തമായി ഇതിനകത്ത് ഇടപെടുകയും
ഈ കപ്പൽ അനധികൃതമായിട്ടാണ് നമ്മുടെ ജലപാതയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. ഈ കപ്പൽ മറിഞ്ഞ സമയത്ത് തന്നെ കപ്പലിൻ്റെ ക്യാപ്റ്റനെ അറസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു. അതൊന്നും ചെയ്തിട്ടില്ല. അദാനിക്ക് വേണ്ടിയും ഈ കപ്പൽ കമ്പനിക്ക് വേണ്ടിയും ചൂട്ടുപിടിക്കുകയാണ് സർക്കാർ ചെയ്തിട്ടുള്ളത്. അദാനിക്ക് വേണ്ടിയും കപ്പൽ കമ്പനിക്ക് വേണ്ടിയും ഓശാന പാടുന്ന സർക്കാർ ലക്ഷക്കണക്കിന് വരുന്ന മത്സ്യത്തൊഴിലാളികളോട് ഏറ്റവും വലിയ ക്രൂരതയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.